അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീന സെമിയിൽ പ്രവേശിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും എൽദോ പോൾ പുതുശ്ശേരി. ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലേബർ പാർട്ടി ഏറെ മുന്നിലാണ്. 170-ലധികം സീറ്റുകളിൽ പാർട്ടി ലീഡ് ചെയ്യുകയാണ്. സുവി വിശ്വനാഥനുണ്ട്. സുവി, ഔദ്യോഗിക ഫലപ്രഖ്യാപനം എപ്പോഴെത്തും? ഒപ്പം കെയർ സ്റ്റാർമർ അധികാരത്തിലേറുകയാണല്ലേ? പാർവതി, നിർണായകമായ ഒരു പോളിംഗ് ആണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. ആ നിർണായകമായ പോളിംഗിൽ ഇപ്പോൾ ലേബർ പാർട്ടി മുന്നേറ്റം തുടരുന്നു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ അനുനിമിഷം ലേബർ പാർട്ടിയുടെ ലീഡ് ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ലീഡ് പ്രകാരം 279 സീറ്റുകളിൽ ലേബർ പാർട്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഈ സമയത്ത്, അതായത് 2019 ഇതേ സമയം 123 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. കൺസർവേറ്റീവ് പാർട്ടി 51 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. 2019 ഈ സമയത്ത് 135 സീറ്റുകൾ കൺസർവേറ്റീവ് പാർട്ടി നേടിയിരുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 33 സീറ്റുകളാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2019 അത് 28 സീറ്റുകളായി കുറഞ്ഞിരുന്നു. റഫറൽ യു കെ പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീവ്ര വലതുപക്ഷ നിലപാടുകളാണ്. 4 സീറ്റുകളാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ റഫറൽ യു കെ പാർട്ടിയുമാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയ പ്രതിരോധത്തിലാണ് കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോഴുള്ളത്. ഒരു ചരിത്ര വിജയത്തിലേക്കാണ് ലേബർ പാർട്ടി കടക്കുന്നത്. കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലാണ് ലേബർ പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2020 ബോറിസ് ജോൺസണിൽ നിന്ന് 2020 ആണ് ഇതിന്റെ ഒരു ലേബർ പാർട്ടിയുടെ ഒരു നേതൃപദവിയിലേക്ക് കീർ സ്റ്റാർമർ എത്തുന്നത്. അദ്ദേഹം അഭിഭാഷകനായിരുന്നു. അദ്ദേഹമായിരിക്കും വരുന്ന ബ്രിട്ടന്റെ ഒരു പ്രധാനമന്ത്രിയാകുക എന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും രാവിലെ ഒരു 10-11 മണിക്കുള്ളിൽ ഈ ഫലങ്ങളെല്ലാം തന്നെ പുറത്തുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 650 അംഗ ഹൗസ് ഓഫ് കോമൺസിലേക്ക് 326 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷം ലഭിക്കാൻ. കഴിഞ്ഞ തവണ 365 സീറ്റുകളായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ അവർ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുകയാണെങ്കിൽ 410 സീറ്റുകളിലേക്ക് ഇവർ എത്തിച്ചേരും ലേബർ പാർട്ടി എത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ നിർണായകമാണ്. അത് ഏതാണ്ട് അതിൻ്റെ അടുത്ത ഏതെങ്കിലും ചെറിയ ശതമാനം മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം അത് അതേ രീതിയിൽ തന്നെ വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഏതായാലും കീർ സ്റ്റാർമർ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാകും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അഭിഭാഷകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും അദ്ദേഹം എത്തുന്നത് വളരെ വൈകിയാണ്. 52 വയസ്സുകാരനാണ് കീർ സ്റ്റാർമർ. 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം അഭിഭാഷകനായിരുന്നു. ആഫ്രിക്കയിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെയും വധശിക്ഷ കാത്ത് കഴിയുന്ന തടവുകാർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നത്. ഒരു സോഷ്യലിസ്റ്റ് പക്ഷക്കാരനാണ്, ഒരു തൊഴിലാളി നേതാവ്, അല്ലെങ്കിൽ ഒരു തൊഴിലാളികളുടെ മകനായി ഉയർന്നു വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കീർ സ്റ്റാർമർ. അദ്ദേഹമാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവുക എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ രാഷ്ട്രീയം അപ്പാടെ മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഋഷി സുനക് വലിയ പ്രതീക്ഷയാണ് ഇത്തവണ വെച്ച് പുലർത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഇത്തവണ അദ്ദേഹം നേരത്തെ ടേം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു. വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഋഷി സുനക്കിന് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം ഋഷി സുനക്കിന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ മായുന്ന, അല്ലെങ്കിൽ തന്ത്രങ്ങളെല്ലാം തന്നെ പാഴാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കുടിയേറ്റ പ്രശ്നം, സാമ്പത്തിക മാന്ദ്യം, വിലക്കയറ്റം, ഇതെല്ലാം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഋഷി സുനകിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ഏതായാലും ഇത്തവണ ഋഷി സുനകിന് കീർ സ്റ്റാർമറിനൊപ്പമാണ് ജനത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർവതി.
സുവി, ഒപ്പം ഈ പുതിയ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികൾ കൂടി. തീർച്ചയായും പാർവതി, പുതിയ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത്. നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോഴും അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം തന്നെ ബ്രിട്ടന്റെ ഒരു നിലപാടുകൾ, വലിയ ശക്തമായ ഒരു നിലപാടൊന്നും ഋഷി സുനകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നിലപാടിൽ, പ്രത്യേകിച്ചും കീർ സ്റ്റാർമറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ലേബർ പാർട്ടിയിൽ തന്നെ ജൂതരുടെ ഒരു പാരമ്പര്യം നിലനിർത്താൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുമ്പോൾ വിദേശകാര്യ നയത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ ബ്രിട്ടന് സാധിക്കും. സോഷ്യലിസ്റ്റ് ആശയങ്ങളോടും ഇടതുപക്ഷ ആശയങ്ങളോടും കൂറു പുലർത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സ്റ്റീർ ഹാർമറുടേത്. ഒപ്പം തന്നെ ഈ കുടിയേറ്റ പ്രശ്നമാണ് ബ്രിട്ടൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ബ്രിട്ടൻ ജനത കുടിയേറി പാർക്കുന്നവരെ അംഗീകരിക്കുന്നില്ല. വലിയ തോതിലുള്ള വംശവെറി അവിടെ ഉണ്ടാകാറുണ്ട്. അത് യാതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അതിൽ അദ്ദേഹത്തിന് നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഒരു ഇടതുപക്ഷ അനുഭാവിയായ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വ്യക്തത പുലർത്തുന്ന അദ്ദേഹത്തിന് എത്രത്തോളം ഈ കുടിയേറ്റ പ്രശ്നത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉണ്ടാകുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലേബർ പാർട്ടി ഏറെ മുന്നിലാണ്. 170-ലധികം സീറ്റുകളിലാണ് ലേബർ പാർട്ടി ലീഡ് ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥ്. It is an enormous privilege. I'm grateful to my agent and constituency team, and I congratulate my opponents here on the energetic and very good-natured campaigns that they have run. The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. To the many good, hard-working Conservative candidates who lost tonight, despite their tireless efforts, their local records of delivery, and their dedication to their communities, I am sorry. I will now head down to London, where I will say more about tonight's result before I leave the job of Prime Minister, to which I have given my all. I will then return here, to my family's home, and I look forward to spending more time with you all in the weeks, months, and years ahead. Thank you. മികച്ച ഭൂരിപക്ഷത്തിന് ലേബർ പാർട്ടിയെ അഭിനന്ദിക്കുകയായിരുന്നു ഋഷി സുനക്. സുവി വിശ്വനാഥുണ്ട്. സുവി, തുടരാം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ കൺസർവേറ്റീവ് പാർട്ടി പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. പരാജയം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഋഷി സുനകിന്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, അത് അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ ലേബർ പാർട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഞാൻ മാസങ്ങളും വർഷങ്ങളും നിങ്ങൾക്കൊപ്പം ചെലവഴിച്ചു, പക്ഷേ പരാജയമായിരുന്നു ഫലം എന്നാണ് ഋഷി സുനക് പറഞ്ഞു വെക്കുന്നത്. ഏതാണ്ട് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സൂചനകളല്ല, ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയാണ്. നിലവിലെ സീറ്റ് നില അനുസരിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പാർവതിയോട് പറഞ്ഞു, അനുനിമിഷം ഈ ലീഡ് നിലകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 296 സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചിരുന്നത്. ഒരു തൂക്കുസഭ എങ്കിലും സ്വാഭാവികമായി ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചുവെങ്കിലും ഒരു തൂക്കുസഭയിലേക്ക് എത്തുള്ളൂ കാര്യങ്ങൾ എന്ന തരത്തിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വിശകലനവും മറ്റും വന്നിരുന്നത്. പക്ഷേ അതിന് നേരെ വിപരീതമായ ഫലമാണ്
ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഫലം മനസ്സിലാക്കുകയാണെങ്കിൽ 296 സീറ്റുകളിലേക്ക് ലേബർ പാർട്ടി ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 2019 ഈ സമയത്ത് 132 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 132 സീറ്റുകൾ അധികമായി തന്നെ ഈ ലേബർ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടിക്ക് 57 സീറ്റുകൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടി 145 സീറ്റുകളുടെ കുറവാണ് 2019 ഈ സമയത്തുണ്ട് ഉള്ളത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 37 സീറ്റ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 32 സീറ്റുകൾ കൂടുതലാണ്. റഫറൽ യു കെ പാർട്ടി 4 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഏതായാലും ലേബർ പാർട്ടി മുന്നേറ്റം തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഋഷി സുനക്, പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക് തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ആ പരാജയം തങ്ങൾ അംഗീകരിക്കുന്നു, ജനവിധി തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കീർ സ്റ്റാർമർ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വ്യക്തത പുലർത്തുന്ന ഇടതുപക്ഷ ആശയങ്ങൾ വിശ്വസിക്കുന്ന ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിലേക്കും കൂടെ വ്യക്തത വരികയാണ്. പാർവതി, ബ്രിട്ടനിൽ അധികാരമാറ്റം ഉണ്ടാകുന്നു. ലേബർ പാർട്ടി 296 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒപ്പം കൺസർവേറ്റീവ് പാർട്ടി പരാജയം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും സുബി വിശ്വനാഥൻ. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഹത്രസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആൾദൈവം ബോലെ ബാബ ഇപ്പോഴും ഒളിവിലാണ്. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തുടരുകയാണോ? വിവരങ്ങൾ. തീർച്ചയായും പാർവതി, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തുടരുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഹത്രസിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു. ഡൽഹിയിൽ നിന്ന് അലിഗഡിലേക്കാണ് അദ്ദേഹം ആദ്യം എത്തിയത്. അലിഗഡിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഈ അലിഗഡിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയാണ് രാഹുൽ ഗാന്ധി കണ്ടത്. അവരെ സമാശ്വസിപ്പിക്കുകയും മറ്റും ചെയ്തു. സ്വാഭാവികമായും ഇന്ന് രാഹുൽ ഗാന്ധി എത്തുന്ന ഒരു കാര്യം അവിടെ ആരോടും പറഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദർശനം ഉണ്ടായത്. അലിഗഡിൽ എത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെയും മറ്റും കണ്ടു. അതിനുശേഷം ആശുപത്രി, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിയും രാഹുൽ ഗാന്ധി കണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരുടെ കുടുംബങ്ങളെ, ഈ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയുമായ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അവരെ സമാശ്വസിപ്പിക്കുകയാണ്. ഒരു വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഹത്രസിൽ ഉണ്ടായത്. 121 പേരുടെ മരണമാണ് സംഭവിച്ചത് എന്നാണ് ഔദ്യോഗിക കണക്ക്. അനൌദ്യോഗിക കണക്ക് ഇതിലും അധികമാണ്. ആൾദൈവം ബോലെ ബാബയെ ഇനിയും പിടികൂടാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം ഒളിവിലാണ്. അദ്ദേഹത്തിന്റെ അനുയായി പ്രകാശ് മധുക്കറിന് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രകാശ് മധുക്കറിനെ തെരയാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ 20ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതെല്ലാം തന്നെ ബോലെ ബാബയുടെ അനുയായികളാണ്. പക്ഷേ അത് പറയുമ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. അത് പറയുമ്പോഴും ഈ ബോലെ ബാബയെ ഇനിയും പിടികൂടാൻ UP സർക്കാരിന് സാധിച്ചിട്ടില്ല. ആൾ ദൈവം മറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഈ ഹത്രസ് ദുരന്തത്തിൽ സംഭവിക്കുന്നത്. ഹത്രസ് ദുരന്തം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ യോഗി ആദിത്യനാഥ് അവിടെ എത്തുകയും സമാശ്വാസമായി ധനസഹായം പ്രഖ്യാപിക്കുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രതിപക്ഷം തൃപ്തരാകുന്നില്ല എന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹത്രസിൽ എത്തി അവിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർവതി, ബന്ധുക്കളെ രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയാണ്. ആൾദൈവം ബോലെ ബാബ ഇപ്പോഴും ഒളിവിലാണ്. അതിനിടയിൽ 21 പേർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും സുബി വിശ്വനാഥൻ. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാകുന്നു. പാർട്ടി ഔദ്യോഗികമായി പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും വൈകാതെ വിശദീകരണവുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഇടത് കേന്ദ്രങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ കൂടോത്ര വിവാദം ആയുധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, കൂടോത്ര വിവാദം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളിൽ ഉണ്ടാക്കിയ ചർച്ചകൾ എങ്ങനെയാണ്? ഒപ്പം പടലപ്പിണക്കം രൂക്ഷമാക്കുമോ ഈ വിവാദം?
ഭാരതത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും സംസ്ഥാനത്തുണ്ടായ വലിയ മുന്നേറ്റം, അതിന്റെ ആവേശത്തിലായിരുന്നു, ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതിനിടയിലാണ് KPCC അധ്യക്ഷനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരായി കൂടോത്രം ചെയ്തു എന്ന വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയം അപ്പാടെ കലങ്ങിമറിയുകയാണ്. പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല എങ്കിലും സജീവമായ ചർച്ചകളാണ് രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് KPCC അധ്യക്ഷനെതിരെ അത്തരമൊരു നീക്കം നടത്തിയത്, അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ചകൾ കടന്നിരിക്കുന്നത്. അതാരാണ് അദ്ദേഹത്തിന്റെ കണ്ണൂരിലുള്ള വസതിയിൽ അതുകൊണ്ട് വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ചകൾ രഹസ്യമായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കും ഈ അധിക നാൾ മൗനം തുടരാനാവില്ല. കൃത്യമായി അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യം വരും. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഇന്ന് കാസർഗോഡ് മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. സ്വാഭാവികമായി അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന്റെ ശബ്ദം വ്യക്തമായി ഈ വീഡിയോ ദൃശ്യങ്ങളിലടക്കം ഉള്ളതിനാൽ എന്താണ് ഉണ്ടായത് എന്ന കാര്യം അവിടെ അങ്ങനെ ഒരു ആചാര്യൻ എത്താൻ ഇടയായ സാഹചര്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹം പരുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു തരത്തിലുള്ള മറ്റ് പ്രതികരണങ്ങൾക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായുമില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് മറുപടി പറയാമെന്ന നിലപാടിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഒരു ദിവസത്തിലധികം ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കാനൊന്നും ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെ സഭയ്ക്കകത്തും പുറത്തും BJPയും അതോടൊപ്പം തന്നെ LDF-ഉം ഇത് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, സ്വാഭാവികമായി അതിൽ വിശദീകരണവുമായി പാർട്ടിക്ക് വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പാർവതി, ഞാനൊപ്പം അന്വേഷണം ആവശ്യപ്പെടാനുള്ള നീക്കത്തിലേക്ക് K. സുധാകരൻ എത്താൻ സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ അദ്ദേഹം KPCC അധ്യക്ഷനായി തുടരുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു നീക്കം, അതിൽ പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് നയിക്കും. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ അത് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കും. 2 വർഷം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയാകുന്നത്. അതിനിടയിൽ ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് ബോധപൂർവം പാർട്ടിയെ കൊണ്ടുചെന്നിടാൻ K. സുധാകരൻ തയ്യാറാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തെളിഞ്ഞു വരുന്നത്. കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാകുന്നു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ. KPCC അധ്യക്ഷൻ K. സുധാകരന്റെ വീട്ടിലെ കൂടോത്രം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊട്ടേഷൻ എന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണിത്. കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നതെന്നും VK സനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. KPCC അധ്യക്ഷൻ K. സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തുവെന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ ഘട്ടത്തിൽ DYFI കാണുന്നത്? ഇവിടെ ഇപ്പോൾ KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം KPCCയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് അംഗം കൂടിയാണ്. പാർലമെന്റ് അംഗം ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണം. അപ്പോൾ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ഇവയിൽ കൂടിയാണ് ജനസേവനം ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ ഇതിന് പകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള മന്ത്രവാദികളെയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ച് അതിൽ അഭയം കണ്ടെത്തുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു പാർലമെന്റ് അംഗം കൂടി ഉണ്ട് എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പൊ ആരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ, ഈ ഗ്രൂപ്പ് പോരിനിടയിൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാ പറഞ്ഞത്, അല്ലാതെ ഇമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കാര്യങ്ങൾ തളർന്നുപോയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗം എന്നെ ഇതൊക്കെ ബാധിച്ചു എന്ന് ജനങ്ങളോട് പറയുകയാണ്. എത്രമാത്രം വലിയ നാണക്കേടാണ് നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണോ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? അപ്പോ ഇതിപ്പോ കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്, ഇപ്പൊ VD സതീശന്റെ കൊട്ടേഷൻ എന്നാണ് പറയുന്നത്. VD സതീശൻ
ഇയാളും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആയിട്ട് സുധാകരൻ വരുമോ എന്ന ഭയത്താൽ ഈ വി ഡി സതീശന്റെ കൊട്ടേഷനുമായിട്ടാണ് ചില മന്ത്രവാദികൾ കണ്ണൂരിൽ ക്യാമ്പടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കൊട്ടേഷൻ, കൂടോത്ര കൊട്ടേഷൻ ആദ്യമായിട്ട് കൊട്ടേഷനാണ് ഇത്. വി ഡി സതീശന്റെ കൊട്ടേഷനാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിൽ വന്ന് തമ്പടിച്ച് ഈ സുധാകരനെതിരായി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുധാകരന്റെ പക്ഷത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ ഗൌരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെയൊക്കെ മുൻനിർത്തിയിട്ട് തീരുമാനമൊക്കെ എടുക്കാനാണ്. പക്ഷെ അതിന് പകരം ഇവര് ഇത്തരം ആളുകളെ ആശ്രയിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന എം പി, കാസർഗോഡ് എം പി രാജുകൊണ്ടിത്താൻ ഞങ്ങൾ വേറൊരു അഭിമുഖത്തിൽ സംസാരിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, ഈ കൂടോത്രമൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കോൺഗ്രസ് ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും ഇത്തരം സംഘങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള വൈരാഗ്യം മൂത്ത് ഇതൊക്കെ ചെറിയ പൈസയല്ല, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂടോത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല ആളുകളെയും സമീപിച്ച് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദിനികൾക്ക് പണം കൊടുത്ത് കൊണ്ടുവന്ന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ നേർക്ക് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ നാണക്കേടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ AI കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാവിലെ AI കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന MP ഈ ഒരു വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഇത്തരം കൂടോത്രങ്ങൾ അഭിരമിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും അത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, 2 സ്ത്രീകളെയാണ് അവിടെ കൊന്നു കുഴിച്ചു മൂടിയത്. അത്രമാത്രം വലിയ ഞെട്ടലോടുകൂടി നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ഈ ഒരു കൂടോത്രത്തിന്റെ ഒരു ആശങ്കയും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധപ്പെട്ടിരുന്നു. അതേ പറഞ്ഞ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അതേ പറഞ്ഞ ഒരു കൂടോത്ര കൊട്ടേഷനിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വടംവലി എവിടെ കോൺഗ്രസിനെ എത്തിച്ചു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോ നിയമസഭയിൽ VD സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഏത് ഇരുണ്ട കാലത്തിലാണ് നിങ്ങൾ, ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. ആ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് നിയമസഭയിൽ ഇതൊരു ബന്ധപ്പെട്ട ബില്ല് വരുമെന്ന് കുറെ ആൾ കേൾക്കുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയാണ് ബില്ല്, ഈ അനാചാരം അന്ധവിശ്വാസ നിയമ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളത്. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കട്ടെ ഗവൺമെന്റ് ശരിക്കും? തീർച്ചയായിട്ടും. നമ്മുടെ ഈ പത്തനംതിട്ടയിലെ കൊലപാതകം ഉൾപ്പെടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ കൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയുക? അത് കേവലം ഒരു ബില്ലിൽ കൂടിയോ നിയമത്തിൽ കൂടിയോ മാത്രം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഇത്തരം കാര്യങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെന്ന അഭിപ്രായം തന്നെ DYFIക്ക്. സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം ഒരു കൂടോത്രം അതിൽ വിശ്വാസമുണ്ടെന്ന തരത്തിൽ പരസ്യമായി തന്നെ പറയുന്നത്. ആ സാഹചര്യമാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണം വളരെ അനിവാര്യമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടോത്ര കൊട്ടേഷൻ എന്ന പുതിയൊരു പദം കൂടി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. വാർത്താരംഭത്തിൽ ഒരിടവേള. KPCC ആസ്ഥാനത്തും അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുമൊക്കെ അത്തരമൊരു ഈ കൂടോത്രം ചെയ്യണമെങ്കിൽ അത് കൃത്യമായി സ്വാധീനമുള്ള, അവിടേക്ക് വരാൻ കൃത്യമായി സ്വാധീനമുള്ള ഒരാളാണത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നേതാക്കൾക്കിടയിലൊക്കെ സജീവമായ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇനി പുറത്തു വരാനുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ്, ആരാണ് ഇത് ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ചൂടുപിടിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ലഭ്യമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതിന്റെ കൃത്യമായ തെളിവായി തന്നെ അത് മാറുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ വിശദീകരണം, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ പറഞ്ഞത് കണ്ടില്ല, പരിശോധിക്കാമെന്ന്. പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞൊഴിയാനാവില്ല. കാരണം ഇന്നലെ മുഴുവൻ സജീവമായി നിന്ന ഒരു വാർത്തയാണ്
അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കരുതലോടെയാണ് ഇന്നലെ പ്രതികരണങ്ങൾ ഉണ്ടായതെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ വിശദീകരണം നൽകാൻ അവർ ബാധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുറപ്പാണ്. നേരത്തെ എൽദോ തന്നെ സൂചിപ്പിച്ച പോലെ കെ കരുണാകരന്റെ ഈ വാർത്താരംഭത്തിലേക്ക് വീണ്ടും. കടലാക്രമണം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കണ്ണമാലിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. ചെല്ലാനം കണ്ണമാലി തീരദേശ പാതയാണ് നാട്ടുകാർ തടയുന്നത്. കടൽക്ഷോഭം മൂലം ഈ പ്രദേശത്തെ നിരവധി വീടുകൾ തകർന്നിരുന്നു. ഡാനി പോലുണ്ട്. ഡാനി, പ്രതിഷേധം തുടരുകയാണോ? എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? പദ്ധതി പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ റോഡ് ഉപരോധിക്കുകയാണ്. ഇവിടെ ആലപ്പുഴ കൊച്ചി പാതയാണ് ഉപരോധിക്കുന്നത്. 6 മണിയോടുകൂടി തുടങ്ങിയ ഉപരോധ സമരത്തിൽ സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുക്കുന്നു. നിരവധിയായ സ്ത്രീകളടക്കം ഈ സമരത്തിൽ പങ്കുചേരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കടലാക്രമണത്തിന്റെ ഭീഷണി, അത് ഒരു തരത്തിലും അവരുടെ ജീവിതത്തിൽ നിന്ന് അത്തരമൊരു ദുരിതം ഒഴിയുന്നില്ല. ആരും നൽകിയ ഉറപ്പുകൾ അതിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ കണ്ണമാലിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൊട്ടപ്പുറത്ത് നടപ്പാക്കിയ ടെട്രാപോഡ് സംവിധാനം ചെല്ലാനം പ്രദേശത്തെ പൂർണ്ണമായും സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ അതിൽ വിഭാവനം ചെയ്തിരുന്നതാണ് ഈ കണ്ണമാലി മേഖലയിലെയും ടെട്രാപോഡ്. പക്ഷെ അത് നടപ്പാകുന്നില്ല. നിരവധിയായ വീടുകൾ ഇത്തവണ കടൽക്ഷോഭത്തിൽ തകരുന്ന രീതിയിലേക്ക് വന്നു. ഒട്ടനവധി പേർക്ക് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നിരുന്നു. 1700 ദിവസത്തിലധികമായി ഇവർ ഒരു സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിന്റെ ഒരു തീക്ഷ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. മുഴുവൻ പേരും സമരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിനൊരു പരിഹാരമില്ലാതെ തങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാത ഉപരോധിക്കുകയാണ്. എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. വീട്ടിൽ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെളിയും മണ്ണയും കയറി ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പോലും വീട്ടിൽ നടക്കാനിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വീട് വെച്ച് ഇപ്പൊ അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെളിയും മണ്ണയും കയറിയിട്ട് പിന്നെ ഇത് വേണ്ടപ്പെട്ട അധികാരികൾ എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ആരും ഒരു ഉറപ്പ് നൽകിയിട്ടൊന്നും നടന്നില്ല. ഇല്ല, ഉറപ്പ് കുറെ നൽകിയതാ. ഉറപ്പൊന്നും വിജയിച്ചില്ല. ഉറപ്പൊന്നും അവര് തന്നിട്ടില്ല. ഉറപ്പൊന്നും ചെയ്തു തന്നിട്ടില്ല. സമരരംഗത്ത് തുടരുന്നവരുടെ ഒരു പൊതുവികാരം ഇത് തന്നെയാണ്. കാരണം യാതൊരു രീതിയിലും അവർക്ക് നൽകിയ വാക്കുകൾ അത് നടപ്പാകുന്നില്ല. സമരരംഗത്തേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. സമീപത്തെ പള്ളികളിൽ നിന്നുള്ള വൈദികരടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ഇതിനില്ല. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം തുടരുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എങ്കിൽ സമരം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കപ്പയും മറ്റും ഒരുക്കുന്നത് ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ്. അടുത്ത ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ, അതോടൊപ്പം അപ്പുറത്തുള്ള ചെല്ലാനം പോലീസ് സ്റ്റേഷൻ, ഇവിടെ നിന്നെല്ലാം തന്നെ പോലീസ് ഈ രണ്ട് ഭാഗത്തും എത്തിയിട്ടുണ്ട്. സമരക്കാരെ നീക്കം ചെയ്യുകയാണെങ്കിൽ അതിനെ തങ്ങൾ പ്രതിരോധിക്കുമെന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സമരം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇടവനക്കാട് മേഖലയിലും ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ അവർ കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയും ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി സമരം തുടരുകയായിരുന്നു. എങ്കിലും ചർച്ച നടത്താമെന്ന ഉറപ്പ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി അതിൽ നിന്ന് തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയും താൽക്കാലിക പരിഹാരങ്ങൾക്ക് മാത്രമാണ് ഊന്നൽ നൽകിയത്. അതുകൊണ്ട് അത് നടപ്പാകില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇന്ന് വൈകിട്ട് അവിടെ മനുഷ്യമതിലും അതോടൊപ്പം തന്നെ ഇന്ന് 11 മണിയോടുകൂടി MLA ഓഫീസിലേക്ക് മാർച്ചുമുണ്ട്. പാർവതി, കടലാക്രമണം തടയാൻ നടപടി ആവശ്യപ്പെട്ട് ചെല്ലാനം കണ്ണമാലി തീരദേശ പാത നാട്ടുകാർ ഉപരോധിക്കുകയാണ്. ഇവിടെ നിരവധി വീടുകളാണ് കടലെടുത്തത്. പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. വിവരങ്ങൾ നൽകിയത് ഡാനിക്ക്. തൃശൂർ ചാവക്കാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ട്രോളിംഗ് നിരോധനത്തിനു പിന്നാലെ കാലാവസ്ഥയും തിരിച്ചടിയാണ്. ചെമ്മീൻ കയറ്റുമതി നിലച്ചതും ഇരുട്ടടിയായെന്ന് തൊഴിലാളികൾ പറയുന്നു.
നമ്മൾ ആഴക്കടലിലേക്ക് പണിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 മൈലേജ് അത്ര ദൂരത്തിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് തിരിച്ച് ചിലപ്പോൾ കരക്ക് എത്തുമെന്നുള്ളതും കൂടിയിട്ട് നമുക്കറിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകാതിരിക്കാനാകാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അരി വാങ്ങാൻ മറ്റു വഴിയില്ലാത്തതിനാൽ അറിയാവുന്ന തൊഴിൽ ചെയ്യുകയാണ് ഇവർക്ക് മുന്നിലുള്ള ഏക മാർഗം. അപ്പോൾ ഞങ്ങൾക്കൊന്നും പണിയെടുക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഈ കാറ്റും കോളും കാരണം പോവുക, എന്തെങ്കിലും അരി വാങ്ങാൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അതും കിട്ടാനുള്ള വഴിയില്ല. ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാരാണ്. ഈ കാറ്റും കോളും ഒക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ്. പണി എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടാകും, ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നും ഇതിങ്ങനെ കാത്തിരിക്കല ഞങ്ങളുടെ തൊഴിൽ. എന്തെന്നാ പറയുക, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിതങ്ങൾ ഞങ്ങളുടെ. ഒരാളും ഞങ്ങളെ സഹായിക്കാനോ മറ്റുള്ളതിനൊന്നുമില്ല. ഗവൺമെൻറ്റും ഇല്ല, ഒരാളും ഇല്ല. ഞങ്ങൾ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. ജീവിത പ്രശ്നം പരിഹരിക്കാൻ ഒരു കോണിൽ നിന്നും സഹായം ലഭിക്കുന്നില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ചെറുബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുന്ന ഇവർക്ക് മണ്ണെണ്ണയുടെ വില പോലും താങ്ങാനാകുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സർക്കാരൊന്ന് കണ്ടറിഞ്ഞ് തന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. കാരണം മണ്ണെണ്ണൻ്റെ പൈസയും ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിലൊന്നും ഇല്ല എന്നുള്ളത്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീൻ കയറ്റുമതി നിർത്തിയത് കൂടുതൽ ദുരിതം സമ്മാനിച്ചു. ഈ ചെമ്മീനൊക്കെ കയറ്റുമതി ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാർക്കും. പിന്നെ ഇല്ലാണ്ട് നമുക്ക് കടലിൽ ഉള്ളിലോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും ജീവിക്കുന്നത്. അവിടെ നല്ല മഴയാണ്, കടല് കാറ്റും മഴയും കടലൊക്കെ കൂടിയിട്ടേ കടൽ ഇവിടുത്തെ പോലല്ല. അവിടെ സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ ചെറിയ വഞ്ചിയല്ലേ, ദീപം പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണതും ഇങ്ങോട്ട് വരുന്നത്. കൂലിക്കാശൊന്നും മുട്ടില്ല, ചായ കുടിക്കുന്ന കാശെല്ലാം വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ട്രോളിംഗ് നിരോധനം തീരും വരെ എങ്ങനെ പഞ്ഞമില്ലാതെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തൃശൂർ. മാന്നാറിലെ കൊലപാതക കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ 3 പോലീസ് സ്റ്റേഷനുകളിലായാണ്. ചെങ്ങന്നൂർ ഡിവിഷന്റെ കീഴിലുള്ള 3 സ്റ്റേഷനുകളിലായാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി 3 പ്രതികളും സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നത്. മാന്നാറിലെ കൊലപാതക കേസിൽ കലയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വ്യത്യസ്ത ഇടങ്ങളിലായാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള 3 സ്റ്റേഷനുകളിലായാണ് 3 പേരെ ചോദ്യം ചെയ്യുന്നത്. കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായാണ് 3 പ്രതികളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇങ്ങനെയൊരു മൊഴി പോലീസിന് നൽകിയതെങ്കിൽ ഇപ്പോൾ 3 പേരും ഈ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രതി അനിലിനെ വിദേശത്ത് നിന്ന് എത്തിക്കാനുള്ള നടപടികൾ തുടരുന്നതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒപ്പം പ്രതികളെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തെളിവെടുപ്പിന് എത്തിച്ചിരുന്നില്ല. ഇവരെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, വ്യത്യസ്ത ഇടങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു. ഇതിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് എന്താണ്? പാർവതി, വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് 15 വർഷക്കാലത്തിന് ശേഷം കണ്ടെത്തിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ
ഇതിനകത്ത് പരമാവധി തെളിവുകളടക്കം ശേഖരിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലും പഴുതു വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെപ്റ്റി ടാങ്കിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ചില വസ്തുക്കൾ അത് പരിശോധനയ്ക്കായി ഇന്നലെ ഫോറൻസിക് വിഭാഗത്തിനായി അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു ഘട്ടമായാണ് ചോദ്യം ചെയ്യൽ. അതായത് 3 പ്രതികളെയും ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള 3 പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി ഓരോ ആളുകളെയും ഇൻഡിവിജ്വലായാണ്, അതായത് ഓരോ ആളുകളെയും ഓരോ ടീമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിൽ ഈ 3 പ്രതികളും ഇതിൽ പ്രമോദ് അടക്കമുള്ള ആളുകൾക്ക് മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനകത്ത് പരമാവധി ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വിവരങ്ങൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെയൊക്കെ മറികടന്ന് കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ കേസിലെ 2ാം പ്രതിയായ ജിനു മാത്രമാണ് സെപ്റ്റി ടാങ്കിലേക്ക് മൃതദേഹം തള്ളുന്നത് കണ്ടു എന്നുള്ള ഒരു കുറ്റസമ്മതം, മൃതദേഹം തള്ളി എന്നുള്ള ഒരു കുറ്റസമ്മതം പോലീസിന് മുന്നിൽ നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ഘട്ടത്തിൽ 3 പേർക്കും, അതായത് പ്രമോദിനും ജിനുവിനും ഒപ്പം തന്നെ സോമനും ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ളത്, അത് സെപ്റ്റി ടാങ്കിലേക്ക് ഈ കലയുടെ മൃതദേഹം തള്ളി എന്നുള്ളതിന് സംബന്ധിച്ച സ്ഥിരീകരണം 3 പേര് പോലീസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും സോമൻ ചോദ്യം ചെയ്യൽ പറയുന്നത് ജിനുവും പ്രമോദും ചേർന്ന് അനിൽകുമാറുമായി ഈ മൃതദേഹം സെപ്റ്റി ടാങ്കിലേക്ക് തള്ളി, തനിക്ക് അതിൽ പങ്കില്ല, താൻ അത് മറവ് ചെയ്യാൻ കൂട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സോമൻ പറയുന്നത് കളവാണ് എന്നുള്ളത് ഇവർ 2 പേരെയും, അതായത് വ്യത്യസ്തമായ ഇടങ്ങളിൽ ചോദ്യം ചെയ്തതോടുകൂടി മറ്റു 2 പേരും സോമന് കൂടി ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. ഇന്നും പ്രതികളുമായി തെളിവെടുക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികളുമായ സ്പോട്ടിലുള്ള ഒരു പരിശോധന ഉണ്ടാവില്ല. മറിച്ച് അവരുടെ വീടുകളിലൊക്കെ തന്നെ പ്രതികൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീടുകളിലൊക്കെ പലയിടങ്ങളിലായി ഇന്നലെ 3 പേരുടെയും വീട്ടിൽ തെരച്ചിലുണ്ടായിരുന്നു. അനിൽകുമാറിന്റെ വീട്ടിലും തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് 3 പേരും ഈ സെപ്റ്റി ടാങ്കിലേക്ക് കലയുടെ മൃതദേഹം തള്ളുന്നതായുള്ള കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർ അതിനകത്ത് പൂർണ്ണമായി സഹായിച്ചിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കേസ് തന്നെയാണ്. രാസപരിശോധനാ ഫലം, ഫോറൻസിക് പരിശോധനാ ഫലങ്ങളടക്കം ഗുണകരമായാൽ മാത്രമാണ് ഈ കേസിനകത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുക. അല്ലെങ്കിൽ അനിൽകുമാർ നാട്ടിലേക്ക് എത്തണം. അനിൽകുമാറിന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കി CBIക്ക് ഈ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ലോക്കൽ പോലീസ് കൈമാറിയിട്ടുണ്ട്. CBI മുഖാന്തരമാണ് ഇന്റർപോളിനെ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് അനിൽകുമാറിനെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ. അത് എത്രയും വേഗത്തിൽ അത്തരം നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ, അതായത് നിയമപരമായി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനൊപ്പം തന്നെ ഈ പ്രതികളുടെ ബന്ധുക്കളുടെ മേലും ഒപ്പം തന്നെ അനിൽകുമാറിന്റെ ബന്ധുക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി 6 ദിവസമാണ് കസ്റ്റഡിക്കായി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡി കാലാവധി മുഴുവൻ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 3 പേരെയും 3 ഇടങ്ങളിലായാണ് ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടൽ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്ക്. മലപ്പുറം സ്വദേശി കുത്തുബ്ദീനാണ് 80% പൊള്ളലേറ്റത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടമുണ്ടായത്. ഹോട്ടലിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു. MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, അപകട കാരണം എന്താണ്? ഇവിടുത്തെ ഉണ്ടായത് രണ്ട് ജീവനക്കാർ ഹോട്ടലിലെ ചായക്കടയിലെ 2 ജീവനക്കാർ എത്തുകയും രാവിലെ തീ കൊളുത്താനായി ശ്രമിക്കുകയുമായിരുന്നു. അവരുടെ ജോലികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ സമയത്താണ് ഗ്യാസ് സിലിണ്ടർ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചത്. ഈ 2 ജീവനക്കാരിൽ ഒരാൾക്ക് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. മറ്റേയാൾ ഉള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു. അദ്ദേഹത്തിനാണ് പരിക്കേറ്റത്. മലപ്പുറം സ്വദേശിയായ കുത്തുബ്ദീൻ എന്ന അദ്ദേഹത്തിന് 80% പരിക്കുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ചായക്കടയിൽ ഒരുക്കിയിട്ടിരുന്നില്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ അവസരോചിതമായി ഇടപെടുകയും തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തീയണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്കും മറ്റും തീ പടരാൻ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. എന്തായാലും കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം സ്വദേശിക്കാണ് പരിക്കേറ്റത്.
വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും. ഒരിടവേള കൂടി. വുമായി ബന്ധപ്പെട്ട പരിപാടികൾ തലസ്ഥാനത്ത് അടക്കം ജന്മവാർഷിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ KPCC അധ്യക്ഷനടക്കം ഇന്ന് വൈകിട്ട് പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചന നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചേക്കാം. അതിനോട് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ, ഇതിൽ ഈ ഏറ്റവും കൂടുതൽ ഈ കൂടോത്ര വിവാദം അത് പിടിച്ചുലയ്ക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ കൂടോത്രം, അതിൽ വിശ്വാസം പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും മുൻപും പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്വന്തം പാളയത്തിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകില്ലേ KPCC അധ്യക്ഷന്? ഇനി അങ്ങനൊരു പ്രതികരണത്തിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ പൂർണ്ണമായും അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ ചെയ്തി ആയിരിക്കാം എന്നുള്ള മറുപടിയൊക്കെ നൽകേണ്ടി വരും. അല്ല, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അദ്ദേഹം KPCC അധ്യക്ഷനായി ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കൂടോത്രം ചെയ്തു എന്ന വിവരം ഔദ്യോഗികമായി അദ്ദേഹം തന്നെ പറഞ്ഞ് ആരാണ് ചെയ്തത് അങ്ങനെ AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി അവസാനിക്കും മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. 2 ദിവസം സുഹൈലിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് 4ാം പ്രതിയായ സുബീഷിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടിയത്. കേസിലെ 4 പ്രതികളിൽ 2 പേരെ നേരത്തെ പിടികൂടുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഇനി 4ാം പ്രതി സുബീഷിനെ മാത്രമാണ് പിടികൂടാനുള്ളത്. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഈ കേസിൽ ഗൂഢാലോചന തെളിയേണ്ടതുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനാണോ സാധ്യത? സ്വാഭാവികമായി കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. തെളിവെടുപ്പ് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇനിയും കേസിൽ പിടിയിലാകാനുള്ള സുബീഷിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ സുഹൈൽ ഷാജഹാന് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്, അങ്ങനെ ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ സുബീഷിനെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് വ്യാപകമായി ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് സുഹൈൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസം പിടിയിലാകുന്നത്. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായി തുടർച്ചയായി 2 ദിവസം ചോദ്യം ചെയ്തതിന് ഇനിയും പിടികൂടാനുള്ള സുബീഷിനെ കുറിച്ചുള്ള സൂചനകൾ ക്രൈംബ്രാഞ്ച് സംഘം തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ ഇന്ന് പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വീഴ്ച പറ്റിയെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. തുടർ ഭരണത്തിന് പിന്നാലെ ഉണ്ടാക്കിയ തിരുത്തൽ രേഖ ഫലപ്രദമായില്ല. അഹങ്കാരവും ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റവും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം നഷ്ടമായി. LDF-ൽ നിന്ന് BJP-യിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനം വിഡ്ഢിത്തമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹമെന്ന് ASF. നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിനു പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണം. തിരുത്തേണ്ടവ തിരുത്തിപ്പോയില്ലെങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടി വരുമെന്നും ASF മുന്നറിയിപ്പ് നൽകുന്നു. ഇടുക്കിയിൽ കയ്യേറ്റ ഭൂമിയിലെ CPIയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. ഇടുക്കി കൂട്ടാറിലെ അനധികൃത കെട്ടിടം ഒഴിപ്പിക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. കരുണാപുരം പഞ്ചായത്ത് സെക്രട്ടറിക്കും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമാണ് കത്ത് നൽകിയത്. കൂട്ടാറൽ റോഡ് പുഴ പുറമ്പോക്ക് ഭൂമി കയ്യേറി SNDP ശാഖായോഗം നിർമ്മിച്ച കെട്ടിടത്തിനെതിരെയാണ് നടപടി. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന് അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും തുടർന്ന് നിർമ്മാണം നിലയ്ക്കുകയുമായിരുന്നു. ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടത്തിൽ കഴിഞ്ഞയിടെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഇതോടെയാണ് അനാഥമായി കിടന്ന കെട്ടിടം വിവാദത്തിലായത്. 5 ഷട്ടർ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഭൂരേഖ തഹസീൽദാർ PWDയോട് ആവശ്യപ്പെട്ടത്. തോട് പുറമ്പോക്കും കയ്യേറിയിട്ടുള്ളതിനാലാണ് പഞ്ചായത്ത് സെക്രട്ടറിയോടും നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. CMRL എക്സാലോജിക് കരാറിൽ 2 ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള
ജി ഗിരീഷ് ബാബുവിന്റെ റിവിഷൻ ഹർജിയാണ് ആദ്യത്തേത്. ഗിരീഷ് ബാബു അന്തരിച്ച സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ടു പോകാനില്ലെന്നായിരുന്നു കുടുംബം ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ പരാതിക്കാരൻ മരിച്ചാലും ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിലും ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. CMRL അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വാദം അറിയിക്കും. കേസിൽ EDയുടെ വാദം പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം അന്വേഷിക്കുന്ന EDയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്നും ഹൈക്കോടതി പരിഗണിക്കും. കിഫ്ബിയുടെയും ഡോക്ടർ TM തോമസ് ഐസക്കിന്റെയും ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അരവിന്ദ് ദത്താർ, ജയ്ദീപ് ഗുപ്ത എന്നിവർ ഹാജരാകും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു വേണ്ടി വാദം നടത്തുന്നത്. ഇടുക്കി ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP ക്ലാസുകളിലെ കുട്ടികൾക്ക് ഈ വർഷവും ഫീസ് നൽകണം. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം അൺഎയ്ഡഡായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് 2 അധ്യാപകർ. 5, 6, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം. സൗജന്യ പുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കില്ല. 2ஆம் கிளாஸுக்கு டீச்சர்ஸ் வேணும், ஸ்போர்ட்ஸ்க்கு வெளியே போகணும், யூனிஃபார்ம் ஃப்ரீயாக கிடைக்கணும், புக்கு கிடைக்கணும், மதிய சாப்பாடுக்கு வெளியே போகணும். ஃபீஸ் கட்டுறது வாரம் வாரம் மாதம் 300 ரூபா கட்டுற மாதிரி இருக்குது. அதுக்கு எல்லாத்துக்கும் ஃபீஸ் வேணும். இப்போ எங்கள் ஸ்கூலில் அங்கீகாரம் இல்லாதனால எங்கள் ஸ்கூலில் எனக்கு மதியம் சாப்பாடு இல்லை. இன்னொன்று புக் ஃபீஸ் கூடுதலாக இருக்கும். எங்கள் ஸ்கூலில் அங்கீகாரம் இல்லாமல் அதுவும் காசு ரொம்ப இருக்குது. யூனிஃபார்மும் காசு கூடுதலாக இருக்குது. எங்களால் மற்ற സ്കൂൾ മാറി ഞങ്ങളെ എതുനാളെ ചേര മുടിയില്ല. തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഹൈസ്കൂളിനും LPക്കും അംഗീകാരമുണ്ടെങ്കിലും UP അൺഎയ്ഡഡായി PTA നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. UP വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം 300 രൂപ വീതം ഫീസ് നൽകണം. കഴിഞ്ഞ വർഷം 4ൽ പഠിച്ച 5 കുട്ടികൾ UPയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല. 10ലധികം കുട്ടികൾ UP ക്ലാസ്സിൽ നിന്ന് TC വാങ്ങിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനായാണ് TC വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. 2 ടീച്ചേഴ്സ് മാത്രമേ എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, പിള്ളേർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഓരോ ദിവസം പിള്ളേരും ലെറ്റർ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് അടുത്ത്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. UP വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട്. 13 വർഷങ്ങളായിട്ട് ഇതിന് അംഗീകാരമില്ല 5, 6, 7 ക്ലാസ്സുകൾക്ക്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇത് ഇവിടുന്ന് 5 അംഗീകാരമില്ലാത്തത് കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടും തമിഴ്നാട്ടിലേക്ക് കുറേ കുട്ടികളൊക്കെ മാറ്റിക്കൊണ്ട് പോകുന്നു. ഞങ്ങളുടെ പലരും കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അംഗീകാരം കിട്ടി ഫീസ് അടച്ച് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അംഗീകാരം ലഭിക്കുന്നതിനായി PTA മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നു. നിലവിൽ സ്കൂളിൽ UP സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ 5, 6, 7 ക്ലാസ്സുകളിൽ 60 കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും. എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. കോഴിക്കോട് ജില്ലയിൽ സൈബർ തട്ടിപ്പ് കേസുകളിൽ വൻ വർധനവ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 15 കോടിയോളം രൂപയാണ് തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപ്പെട്ടത്. കേസുകളുടെ എണ്ണം ഗണ്യമായി കൂടുമ്പോഴും പിടികൂടാനാകുന്ന പ്രതികളുടെ എണ്ണം 5% മാത്രമാണ്. ഇതോടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസും രംഗത്തെത്തി. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി കേസുകളാണ് വൻകിട തട്ടിപ്പുകളുമായി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 5% പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. അന്യ ഇതര സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്.
ഈ വർഷം ഇതുവരെ 15,15,34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1,53,68,000. ഈ വർഷം 2,79,37,000 amount ഫ്രീ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് amount തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ശ്രമവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായി 220ഓളം വോളണ്ടിയർമാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പം നമ്മുടെ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHOയുടെ കീഴിലെ വാർഡ് ലെവലിൽ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത്ത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത AI വീഡിയോകൾ വഴിയുള്ള സൈബർ തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മഴക്കാല ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഷൂട്ട് ദ റെയിൻ ഫുട്ബോൾ മത്സരം നാളെയും മറ്റന്നാളുമായി കളമശ്ശേരിയിലാണ് മത്സരം നടക്കുന്നത്. ടൂറിസം പ്രൊഫഷണൽസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഷൂട്ട് ദ റെയിൻ ഫുട്ബോൾ മത്സരത്തിൽ 22 ഹോട്ടലുകളുടെയും 4 ടൂർ ഓപ്പറേറ്റർമാരുടെയും ടീമുകളടക്കം 26 ടീമുകൾ പങ്കെടുക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് വിനീഷ് വിദ്യ പറഞ്ഞു. മഴക്കാല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 20 വർഷമായി ക്ലബ്ബ് മത്സരം സംഘടിപ്പിച്ചു വരികയാണ്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. ഭാഗത്തൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക്